എല്ലാ തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ലാലേട്ടൻ എന്താണോ ആ ലാലേട്ടനാണ്. പഴയത് പുതിയത് എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമുക്ക് വേണ്ടുന്ന ഫൈറ്റ്, വേണ്ടുന്ന പാട്ട്, വേണ്ടുന്ന ഫീല് എല്ലാം ഉണ്ട്. അതിക്കും മേലെ സോങ് ഒന്നും നമ്മള് ഇതുപോലെയല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ സോങ് എല്ലാവരും ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഗുഡ് ഫീല് വന്നത്. നമ്മൾ സോങ് ഒന്നും അല്ല ശ്രദ്ധിക്കുന്നത്, ഇതിന്റെ കഥയൊക്കെ സോങ്ങിനൊക്കെ അപ്പുറമാണ്. അതൊക്കെ സൂപ്പറായിരുന്നു. അവരുടെ രണ്ടിനെയും കോമ്പോ നമ്മൾ ഒത്തിരി കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്നതാണ്. സൂപ്പർ കോമ്പോ. ഇത് കോമ്പോ ഒന്നല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, കഥ തന്നെയാണ് ഇതിനകത്തെ താരം. ഡയറക്ഷനൊക്കെ സൂപ്പർ. കരിമൂർത്തി മോഹൻലാലിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു കൊണ്ടുവന്നു. ഫൈറ്റ് പ്രതീക്ഷിച്ചേ ഇല്ലായിരുന്നു, പക്ഷെ ഈ ഫൈറ്റ് വേണ്ടി ഞെട്ടിപ്പോയി. കിൻഡൽ ഇടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫാനിനെ കാണണോ? നേരെ നോക്കിയിട്ട് ഇതാണ് മോഹൻലാലിന്റെ കണ്ട ഫാൻ. തിയേറ്ററിൽ മാത്രമേ കാണാവുള്ളൂ. തിയേറ്ററിൽ കാണാനുള്ളതേ ഉള്ളൂ. തിയേറ്ററിൽ ഇരുന്ന് കാണണം, അല്ലെങ്കിൽ ഇതിന്റെ ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പ്രേക്ഷകർ എല്ലാവരും ദയവ് ചെയ്ത് വരുന്ന പൈറസി ഒന്നും കാണാതെ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ ആ ഫുള്ള് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അമ്മ ഹ്യൂജ് ലാലേട്ടൻ ഫാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ കാണണം. നല്ല എക്സ്പീരിയൻസ് ഫാമിലി സ്റ്റോറിയൊക്കെ ആയിട്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ആക്ഷൻ സീൻസ് ഒക്കെ നല്ല പഴയ മുൻകൂർപ്പുള്ള ലാലേട്ടന്റെ മീശപുരി അടിയൊന്നുമല്ല, ഒരു ദൃശ്യമൊക്കെ പോലെ ഒരു ഫാമിലി ഡ്രാമയാണ്. കൂടുതൽ പറഞ്ഞ എലമെന്റ് ഉണ്ട്. പടം പോയി കാണുക എല്ലാവരും കണ്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാം. സോങ്സ് നല്ല തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷു പടങ്ങൾക്ക് ശേഷം നല്ലൊരു പടമാണ്. നമ്മൾ ഫാമിലിയായിട്ട് ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് വേറെ മൂവിലേക്ക് പോണ മൂവിയാണ്. അങ്ങനെ പ്രതീക്ഷയിൽ എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പടം. അതായത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത റേഞ്ചിലുള്ള പടമാണ്. അതായത് ഈ ചിത്രത്തിലൂടെ തരുൺമൂർത്തി എന്ന സംവിധായകൻ ഒരു ഒന്നാംകിട സംവിധായകരുടെ ലെവലിലേക്ക് എത്തി. നമുക്കിതിനകത്ത് ദൃശ്യം കാണാം, പുലിമുരുകൻ കാണാം, അതോടൊപ്പം തന്നെ കിരീടം കാണാം. ഈ 3 പടത്തിന്റെയും ലാലേട്ടനെ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും. ഇത് എഡിറ്റിങ്, ഡബിങ്, അതോടൊപ്പം തന്നെ കാസ്റ്റിങ്, ഓരോ കഥാപാത്രങ്ങളും അവരുടെ ആ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്ന രീതിയിൽ നമ്മൾ ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. അതായത് ഇന്ന് സമൂഹത്തിൽ നമ്മൾ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് വിഭാഗം, ആ പോലീസ് വിഭാഗം ജനങ്ങളുടെ പോലീസ് വിഭാഗത്തിൽ എല്ലാവരും മോശമാണെന്നല്ല, പോലീസിനകത്തും കുറെ ക്രിമിനൽസ് ഉണ്ട്. ആ ക്രിമിനൽസ് ഒരു വിരച്ചുണ്ട്. ഇനി ഞാൻ പറയും, നിങ്ങൾ കേൾക്കുക എന്ന് പറയുന്ന ലാലേട്ടന്റെ ആ ശബ്ദം, അത് ഇവിടുത്തെ അധികാരികൾ കേൾക്കണം. ലാലേട്ടനെ കംപ്ലീറ്റ് ആയിട്ട് ഈ പടത്തിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജ് വരെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പടത്തിൽ കുറച്ച് തടി കൂടിപ്പോയെങ്കിൽ ഏതൊരു ഇതായിട്ടും നമുക്ക് തോന്നൂല. ലാലേട്ടന്റെ ആ കഥാപാത്രത്തെ ശരിക്കും ഉൾക്കൊണ്ട് അഭിനയിപ്പിക്കാനായിട്ട് സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. പഴയ ഒരു ഓജി ലാലേട്ടനെ തിരിച്ചിട്ടെന്ന് പറയാല്ലേ? പഴയ ഒരു ഓജി ലാലേട്ടനെ തിരിച്ചിട്ടെന്ന് പറയാം. പഴയ അന്നത്തെ ആ സ്റ്റൈലിലൊക്കെ വെച്ച് നമുക്കൊരു സ്പടികത്തിലെ ലാലേട്ടനല്ലേ, ആ ഒരു ലാലേട്ടൻ നമുക്ക് ആ ഫിഗറാണ് അതിനകത്തുള്ളത്. ബാക്കി കിരീടത്തിലെ ലാലേട്ടൻ കുറച്ച് ലിമ്മാണ്. എന്നാലും പുലിമുരുകളിൽ ലാലേട്ടൻ എന്ന് പറയാം. ആ ലാലേട്ടനൊക്കെ നമുക്ക് ഇതിനകത്തിലൂടെ കാണാൻ പറ്റും. ഒരു കുടുംബ ഒരു മാസമല്ല പറയുന്നത്, ഒരു ക്ലാസ് അത് മാസം നമ്മൾ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടും.